ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്ററിലുള്ള ഡൗണിംഗ് സ്ട്രീറ്റിലെ 10-ാം നമ്പർ വസതി വെറുമൊരു വീടല്ല. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യങ്ങളിലൊന്നിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമാണ്. അവിടെ നിന്നിറങ്ങുന്ന ഓരോ തീരുമാനവും ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ സ്വാധീനിക്കുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ആ കറുത്ത വാതിലിനുള്ളിൽ നിന്ന് 6 പ്രധാനമന്ത്രിമാർ അധികാരമേൽക്കുകയും പടിയിറങ്ങുകയും ചെയ്തു. ഡേവിഡ് കാമറൂൺ മുതൽ കീർ സ്റ്റാർമർ വരെയുള്ള ആ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ അവിടെ ഒട്ടും കുലുക്കമില്ലാതെ തൻ്റെ കസേരയിൽ ഉറച്ചു നിൽക്കുന്ന ഒരേയൊരു താമസക്കാരനേയുള്ളൂ. അത് ലാരി എന്ന പൂച്ചയാണ്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിന്റെ എല്ലാ ഉയർച്ച താഴ്ചകൾക്കും മൂകസാക്ഷിയായി നിൽക്കുന്ന ലാരി ഇപ്പോൾ ഡൗണിംഗ് സ്ട്രീറ്റിലെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ 15-ാം വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു പൂച്ച എന്നതിനേക്കാൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ലാരിയുടെ ജീവിതം രസകരവും ഒപ്പം ഒട്ടേറെ ചിന്തകൾക്ക് വക നൽകുന്നതുമായ ഒരു കഥയാണ്. 2011 ഒരു തണുത്ത ഫെബ്രുവരി മാസത്തിലാണ് ലാരിയുടെ ജീവിതം മാറിമറിയുന്നത്. ബാറ്റൻസി ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് ഹോമിൽ നിന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണും ഭാര്യ സാമന്തയും ചേർന്നാണ് ലാരിയെ ദത്തെടുക്കുന്നത്. ഡൗണിംഗ് സ്ട്രീറ്റിലെ എലികളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് ഒരു ചീഫ് മൗസർ എന്ന പദവിയിലേക്ക് ലാരിയെ നിയമിക്കാൻ തീരുമാനിച്ചത്. അന്ന് കാമറൂൺ പറഞ്ഞത് ലാരി ഈ വീട്ടിലെ ഒരു മികച്ച അംഗമായിരിക്കുമെന്നും സന്ദർശകരെ ആകർഷിക്കുമെന്നുമാണ്. ആ വാക്കുകൾ ഇന്ന് എത്രത്തോളം സത്യമാണെന്ന് കാലം തെളിയിക്കുന്നു. ഡൗണിംഗ് സ്ട്രീറ്റിലെ കറുത്ത വാതിലിന് മുന്നിൽ ഗമയിൽ ഇരിക്കുന്ന ലാരിയുടെ ചിത്രം ഇന്ന് ലണ്ടനിലെ ഏറ്റവും സുപരിചിതമായ കാഴ്ചകളിലൊന്നാണ്. പ്രധാനമന്ത്രിമാരുടെ വാർത്താ സമ്മേളനങ്ങൾക്കിടയിലും ഔദ്യോഗിക ചർച്ചകൾക്കിടയിലും യാതൊരു ഭാവമാറ്റവുമില്ലാതെ നടന്നു നീങ്ങുന്ന ലാരി പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായി മാറി. ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ പൂച്ചകളെ ഔദ്യോഗികമായി നിയമിക്കുന്നതിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ട് മുതൽക്കേ ഔദ്യോഗിക കെട്ടിടങ്ങളിൽ എലികളെ പിടികൂടാൻ പൂച്ചകളെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഹെൻറി 8-ാമൻ രാജാവിന്റെ കാലത്ത് പോലും കൊട്ടാരത്തിൽ പൂച്ചകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നതായി രേഖകളുണ്ട്. 10-ാം നമ്പർ ഡൗണിംഗ് സ്ട്രീറ്റിലെ ചീഫ് മൗസർ ടു ദ ക്യാബിനറ്റ് ഓഫീസ് എന്ന പദവിക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്. ലാരിക്ക് മുൻപ് ഈ പദവിയിൽ ഏറ്റവും പ്രശസ്തനായിരുന്നത് ഹംഫ്രി എന്ന പൂച്ചയായിരുന്നു. മാർഗരറ്റ് താച്ചറുടെ കാലത്ത് ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് അവിചാരിതമായി എത്തിയ ഹംഫ്രി 1997 വരെ അവിടെ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ലാരി ആ സിംഹാസനത്തിലേക്ക് എത്തിയത്. ലാരിയുടെ വരവ് ബ്രിട്ടീഷ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു എന്നത് മറ്റൊരു യാദൃശ്ചികതയാണ്. ലാരിയുടെ ഔദ്യോഗിക ചുമതല എലികളെ പിടിക്കുക എന്നതാണ്. എന്നാൽ ഈ കാര്യത്തിൽ ലാരി എത്രത്തോളം മിടുക്കനാണെന്ന കാര്യത്തിലും ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഡൗണിംഗ് സ്ട്രീറ്റിൽ എത്തിയ ആദ്യ മാസങ്ങളിൽ ലാരി മടിയനാണെന്ന ആരോപണം പരക്കെ ഉയർന്നിരുന്നു. എന്നാൽ 2011 ഏപ്രിലിൽ തൻ്റെ 4-ാം വയസ്സിൽ ആദ്യത്തെ എലിയെ പിടിച്ചതോടെ ലാരി വിമർശകരുടെ വായടച്ചു. എങ്കിലും പിൽക്കാലത്ത് പലപ്പോഴും എലികൾക്ക് മുന്നിലൂടെ ലാരി വെറുതെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ലാരിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജോലി എലികളെ പിടിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ പിരിമുറുക്കം നിറഞ്ഞ നിമിഷങ്ങളിൽ ലോകത്തിന് മുന്നിൽ ഒരു ആശ്വാസ ചിത്രമായി ലാരി നിലകൊള്ളുന്നു. ബ്രെക്സിറ്റ് ചർച്ചകൾ പരാജയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ രാജിവെക്കുമ്പോഴോ മാധ്യമങ്ങൾ ക്യാമറ തിരിക്കുന്നത് 10-ാം നമ്പറിന് മുന്നിൽ സമാധാനമായി ഉറങ്ങുന്ന ലാരിയിലേക്കാണ്. അത് രാഷ്ട്രീയത്തിന്റെ കലുഷിതമായ ലോകത്ത് മാനുഷികമായ ഒരു സ്പർശം നൽകുന്നു. 19 വയസ്സുള്ള ലാരി മനുഷ്യരുടെ പ്രായക്കണക്ക് പ്രകാരം ഏകദേശം 90-ലധികം വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും തന്റെ ചുറുചുറുക്കിന് ലാരി ഒരു കുറവും വരുത്തിയിട്ടില്ല. ഡൗണിംഗ് സ്ട്രീറ്റിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ലാരി ഒരു സൂപ്പർ സ്റ്റാറാണ്. പലപ്പോഴും വിദേശ പ്രതിനിധികൾ വരുമ്പോൾ റെഡ് കാർപ്പറ്റിലൂടെ ലാരി നടന്നു പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ അടിയിൽ ലാരി അഭയം പ്രാപിച്ചതും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പ്രാദേശികമായ തർക്കങ്ങളിലും ലാരി പിന്നിലല്ല. വിദേശകാര്യ മന്ത്രാലയത്തിലെ പൂച്ചയായ പാമർസ്റ്റണുമായി ലാരി നടത്തിയ തെരുവ് യുദ്ധങ്ങൾ ലണ്ടനിലെ പത്രങ്ങളിൽ വലിയ തലക്കെട്ടുകളായിരുന്നു. ഇത്തരം ചെറിയ സംഭവങ്ങൾ ലാരിയെ വെറുമൊരു പെറ്റ് എന്നതിനപ്പുറം ആ കെട്ടിടത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന നിലയിലേക്ക് ഉയർത്തി. ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ 6 പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടത്തിലൂടെയാണ് ലാരി കടന്നുപോയത്. ഡേവിഡ് കാമറൂണിന്റെ പടിയിറക്കവും തെരേസ മേയുടെ കണ്ണീരും ബോറിസ് ജോൺസന്റെ വിവാദങ്ങളും ലിസ് ട്രസിന്റെ റെക്കോർഡ് വേഗത്തിലുള്ള വിടവാങ്ങലും ഋഷി സുനകിന്റെ ഭരണകാലവും എല്ലാം ലാരി അടുത്തുനിന്ന് കണ്ടു. രാഷ്ട്രീയക്കാർ വരികയും പോവുകയും ചെയ്യും, പക്ഷേ ലാരി അവിടെ തന്നെ ഉണ്ടാകും എന്നൊരു ചൊല്ല് തന്നെ ലണ്ടനിൽ പ്രചാരത്തിലുണ്ട്. അധികാരത്തിന്റെ ഇടനാഴിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ലാരി ഒരു സ്ഥിരതയുടെ പ്രതീകമാണ്. ഓരോ പുതിയ പ്രധാനമന്ത്രിയും അധികാരമേൽക്കുമ്പോൾ ലാരി അവരെ സ്വീകരിക്കുന്നത് തന്റെ തനതായ ഗമയിലാണ്. പുതിയ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ തന്റെ കുടുംബത്തിലെ പുതിയ പൂച്ചക്കുട്ടിയെ ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് കൊണ്ടുവന്നപ്പോഴും ലാരി തന്റെ അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു.
ലാരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയവും ഭരണവും എത്ര ഗൗരവമാണെങ്കിലും അതിനിടയിലും സ്നേഹത്തിനും ലാളിത്യത്തിനും ഇടമുണ്ടെന്ന് ലാരി തെളിയിക്കുന്നു. ഒരു റെസ്ക്യൂ സെന്ററിൽ നിന്ന് വന്ന പൂച്ചയ്ക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിലാസങ്ങളിലൊന്നിൽ ഇത്രയും കാലം നിലനിൽക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷ് സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. വളർത്തു മൃഗങ്ങളോടുള്ള മനുഷ്യന്റെ ആത്മബന്ധം എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറമാണെന്ന് ലാരിയുടെ പ്രശസ്തി വ്യക്തമാക്കുന്നു. ലാരി വെറുമൊരു പൂച്ചയല്ല, മറിച്ച് ബ്രിട്ടീഷ് ഭരണഘടനയുടെ എഴുതപ്പെടാത്ത ഒരു ഭാഗമായി അവൻ മാറിക്കഴിഞ്ഞു. ലാരിയുടെ 15ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് കേവലം ഒരു പൂച്ചയുടെ ആയുസ്സിനെ കുറിച്ചുള്ള കണക്കെടുപ്പല്ല, മറിച്ച് 10ാം നമ്പർ ഡൗണിംഗ് സ്ട്രീറ്റിലെ മാറ്റമില്ലാത്ത ആ സാന്നിധ്യം നൽകുന്ന സുരക്ഷിത ബോധത്തെക്കുറിച്ചാണ്. പ്രായം നൽകുന്ന തളർച്ച ലാരിയെ ബാധിച്ചിട്ടുണ്ടാകാം, എങ്കിലും അവന്റെ കണ്ണിലെ തിളക്കത്തിന് ഇന്നും കുറവില്ല. ഇനി എത്ര പ്രധാനമന്ത്രിമാർ വന്നാലും ആ കറുത്ത വാതിലിന് കാവലായി ലാരി അവിടെ ഉണ്ടാകും. ഡൗണിംഗ് സ്ട്രീറ്റിലെ എലികളെ പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനമായി അവൻ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി എന്നത് തന്നെയാണ് വലിയ നേട്ടം. ലോകമെമ്പാടുമുള്ള മൃഗസ്നേഹികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ലാരി ഒരു വികാരമാണ്. ലാരിയുടെ ഈ 15 വർഷങ്ങൾ ബ്രിട്ടന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും രസകരമായ അധ്യായമായി അങ്ങനെ നിലനിൽക്കും. നിങ്ങൾ ലാരിയുടെ ഈ രാഷ്ട്രീയ യാത്രയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ അറിയുന്ന ഒരേയൊരു ജീവി ലാരിയായിരിക്കും. രാഷ്ട്രീയത്തിലെ കരുനീക്കങ്ങളെക്കാൾ ലാരിക്ക് താല്പര്യം അവിടുത്തെ ചൂടുള്ള റേഡിയേറ്ററുകളോ അല്ലെങ്കിൽ ആരെങ്കിലും നൽകുന്ന ഭക്ഷണത്തോടോ ആയിരിക്കും. ഈ നിസ്സംഗതയാണ് ലാരിയെ വേറിട്ട് നിർത്തുന്നത്. ലാരിയുടെ കഥ ഇനിയും നീളട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾക്കും ഇതുപോലെയുള്ള കൗതുകകരമായ ചരിത്ര വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലാരിയുടെ വിശേഷങ്ങൾ പിന്തുടരുന്നത് വളരെ നല്ലതായിരിക്കും. വരും വർഷങ്ങളിൽ ലാരിയുടെ പിൻഗാമിയായി ആര് വരും എന്നതിനെക്കുറിച്ചും ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ ചർച്ചകൾ സജീവമാണ്. എങ്കിലും ലാരിക്ക് പകരക്കാരനായി മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും ലണ്ടൻ നിവാസികൾക്ക് കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ സത്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.